ഗൈസ്, ഒരു മാസമായിട്ട് വെയിറ്റ് ചെയ്ത് കിട്ടിയ സാധനമാണ് കേട്ടോ. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് സാധനം ഓപ്പൺ ചെയ്യാനായിട്ട്. നമ്മുടെ എഫ് എം എസിൻ്റെ F610 ലാൻഡ് റോവർ ഡിസ്കവറി ക്യാമൽ ട്രോഫി എഡിഷനാണ് ഇത്. നമുക്ക് ഓപ്പൺ ചെയ്യാം. സാധനം ചൈനയിൽ നിന്ന് വന്നത് കേട്ടോ. ഇത് ഖത്തർ എയർവേസ് കയറി വന്നതിൻ്റെ സ്റ്റിക്കറൊക്കെ ഉണ്ട്. ഖത്തർ എയർവേസ് ഈ സാധനം ഞാൻ ഒരുപാട് നിങ്ങളെ കത്തി വെച്ച് ഉറപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും തുറക്കാതെ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വണ്ടിയിലൂടെ ബോക്സിലുണ്ടായിരുന്ന ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ. നമ്മുടെ ട്രാൻസ്മിറ്റർ. ഈ സാധനം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പി ഇങ്ങനെ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വലിച്ചു കിട്ടുന്നൊരു ഐറ്റമാണിത്. പിന്നെ അത് പിടിപ്പിക്കാനുള്ള കുറച്ച് ഐറ്റംസാണ് എനിക്ക് ഈ ബോക്സിലുള്ളത്. പിന്നെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് വണ്ടിയുടെ മണ്ടയിൽ വെക്കാനുള്ള ചെറിയിക്കാൻ അത് പിടിപ്പിക്കാനുള്ള ഐറ്റംസൊക്കെ ഇൻബിൽഡ് തന്നെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനൊരു സംഭവം. ഇത് എനിക്ക് തോന്നുന്നു എന്താ പറയുക, വണ്ടി എവിടെയെങ്കിലും ചെളിയിലേക്ക് കുടിക്കുമ്പോൾ ഇങ്ങനെ ടയറിലൂടെ വെച്ചിട്ട് കയറ്റി വിടുന്ന ഐറ്റമാണ്. അത് ഇവിടെ ഇങ്ങനെ പിടിപ്പിക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ അങ്ങനെ ഒരു ഐറ്റം വരുന്നുണ്ട്. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് ടൈസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈവറിൻ്റെ തൊപ്പി. ഇപ്പോൾ വന്നിരിക്കുന്ന ഡ്രൈവറിൻ്റെ തൊപ്പിയില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് തൊപ്പി വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ടൂൾസ്, ഡൈകാസ്റ്റ് ടൂൾസ്, പോടാലി, വെട്ടുകത്തി, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്. പിന്നെ വണ്ടിയുടെ മാനുവൽ. ഇത്ര ഐറ്റമാണ് ബോക്സിലുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ ഈ ഐറ്റംസൊക്കെ മാറ്റി വെച്ചിട്ട് വണ്ടിയുടെ കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി? ഈ സാധനങ്ങളെല്ലാം വണ്ടിയിൽ ഇൻബിൽഡായിട്ട് വന്നേക്കുന്നതാണ്. ചെറിയിക്കാൻ സെറ്റ് ചെയ്യാനുള്ള കേജ്, നമ്മുടെ വണ്ടിയുടെ മുകളിൽ സാധനങ്ങൾ വയ്ക്കാനുള്ള ബെഡ്, കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. എന്തൊക്കെയാണ് വന്നിരിക്കണേന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നമ്മുടെ ലൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഗേജുകൾ, ടയറിൻ്റെ ഒരു ഡമ്മി പീസ്. പക്ഷേ അതിനകത്ത് ടയറില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ സാധനം, ഈ 2 ലൈറ്റ് ഇത് വർക്കിംഗ് അല്ല. ഈ 4 ലൈറ്റ് വർക്കിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്രോളർ കാറ്റഗറി വരുന്ന വണ്ടിയല്ല. ഇതൊരു ട്രെയിലർ ട്രക്കാണ്. ഇങ്ങനെ ഒട്ടിച്ച് കൊണ്ട് കിടക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. നമ്മുടെ ഈ ചുറി കുന്നും മലകളൊക്കെ കയറ്റി ഇറക്കി ഇങ്ങനെ ഒട്ടിച്ച് കൊണ്ട് കിടക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടൊരു സാധനം എന്താ, ഈ ഒരു ഫീച്ചർ കേട്ടോ. ഈ ഫ്രണ്ടിലത്തെ ഈ ഹുഡിലുള്ള ഈ ബ്ലാക്ക് കളറിൽ നല്ല നൈസായിട്ടുണ്ട്. അപ്പോൾ പൊടിയാണ് കേട്ടോ. വണ്ടി ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടി വരും. മെയിനായിട്ട് ക്യാമൽ ട്രോഫിയിൽ വരുന്ന 3 എഡിഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ഡിഫൻഡർ, ഒന്ന് റേഞ്ച് റോവർ, ഒന്ന് ഡിസ്കവറി. നമ്മൾ എടുത്തേക്കുന്നത് ഡിസ്കവറിയാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട്, ഇതിന് ഓപ്പൺ ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ. 2 ക്ലിക്ക്. ഇവിടെ അതുപോലെ ഒരു ഇതുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് വണ്ടി ഓപ്പൺ ആയിട്ട് വരും. അത് ശരിക്കും നല്ല ഫീച്ചറാണ് കേട്ടോ. എൻ്റെ ഈ ആക്സിയൽ ജീപ്പൊക്കെ അഴിക്കണമെങ്കിൽ ഞാൻ കിടന്ന് പാട് വിടണം. ബാക്കിലത്തേക്ക് 2 പിൻ അഴിക്കണമെങ്കിൽ. ബോഡി ഇങ്ങോട്ടിരിക്കട്ടെ. ഗൈസ്, ഇതിൻ്റെ സ്പെക്ക് പറയാനാണെങ്കിൽ 550 ടേണിൻ്റെ ഒരു മോട്ടറാണ് വരുന്നത്. ESC ഇവിടെ വരുന്നുണ്ട്. ബാറ്ററി വരുന്നുണ്ട്. ഇത് മാഗ്നറ്റിക് മോഡാണ് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബോഡി അറ്റാച്ച് ചെയ്തുമ്പോൾ വർക്കാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. ശരിക്കും ഇത് നല്ലൊരു ഫീച്ചറാണ്. മറ്റേതാണെങ്കിൽ നമ്മൾ വയർ ഊരി കുത്തണം. അത് ഭയങ്കര മെനക്കേടാം. പിന്നെ 25 kg ഒരു സ്റ്റിയറിംഗ് സെർവ് വരുന്നുണ്ട്. വാട്ടർ പ്രൂഫ് എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ വരുന്നത് ഡ്യുവൽ സ്പീഡ് ട്രാൻസ്മിഷൻ ബോക്സ് ആണ് കേട്ടോ. ശരിക്കും നമ്മളിത് ഇതിൻ്റെ മിനി സെർവ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ ഗിയർ ബോക്സ് അടിയിൽ ആണ് സെറ്റ് ചെയ്യുക. നമുക്ക് മേളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. ശരിക്കും ഇതിൻ്റെ ഗിയർ ബോക്സ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിനകത്താണ്, ഇതിനടിയിൽ. ഇതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ്. പിന്നെ ഇതിൻ്റെ മോട്ടറും സ്റ്റീറിംഗ് സെർവൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഫീച്ചറിൽ. ഒരു ഡിഫറൻഷ്യൽ ഓൾ ടൈം ഡിഫറൻഷ്യൽ ലോക്ക് ഓണാണ് വണ്ടിയിൽ. വലിയ സ്പെക്കും കാര്യങ്ങളായിട്ടൊന്നും പറയാനില്ല. ടയറൊക്കെ അത്യാവശ്യം വലിയ സോഫ്റ്റ് അല്ല, അത്യാവശ്യം സോഫ്റ്റാണ്. ഇത് ശരിക്കും ഒരു ട്രയൽ റണ്ണർ ട്രക്കാണല്ലോ. സോ അതിൻ്റേതായ സ്പെക്ക് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. ഗൈസ്, പിന്നെ പറയാനാണെങ്കിൽ 4 ഓയിൽ ഫിൽഡ് സസ്പെൻഷൻ ആട്ടോ ഇത് വരുന്നത്. സസ്പെൻഷനൊക്കെ പക്കാ സ്മൂത്താണ്. ഇതിൻ്റെ ബോഡി ചുമ്മാ ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. നമ്മൾ അത്രേ ഉള്ളൂ. ചുമ്മാ അങ്ങനെ എടുത്ത് വെച്ച് കൊടുത്താൽ മതി. വണ്ടി സെറ്റ്. എന്താ ഡീറ്റെയിലിങ് നോക്കിയേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വണ്ടിയുടെ ലുക്കാണ് മെയിൻ. പുളി രക്ഷയില്ല. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഗ്ലെയർ അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും കാണാനും പറ്റില്ല. നമുക്കിത് നാളെ വെയിലിവിടെ ഉണ്ടെങ്കിൽ നമുക്കിത് പുറത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് ബാക്കി ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ബാക്കിലത്തെ മിററിൽ വൈപ്പർ കൊടുത്തിട്ടുണ്ട് വരെ ഈ വീൽ കപ്പിനകത്ത് തന്നെ. അത് നല്ലൊരു ഫീച്ചർ, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ നമ്പർ പ്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് മാറ്റി വേറെ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യാം കേട്ടോ.
പിന്നെ ഇവിടുത്തെ ലാഡർ കൊടുത്തിട്ടുണ്ട് മേലോട്ട് കയറാനായിട്ട്. ഒരു ഓഫ് റോഡ് ട്രയൽ ട്രക്കിന് വേണ്ടി എല്ലാ ഫീച്ചറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ക്യാമൽ റൂഫ് എന്താ നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പണ്ട് ഇവിടെ നടന്നിരുന്ന ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള, മെയിനായിട്ട് റേഞ്ച് റോവറിൻ്റെ ലാൻഡ് റോവറിൻ്റെ വണ്ടികളാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത്. അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കോമ്പറ്റീഷൻ കണക്കൊരു സാധനമാണത്. മേളത്തെ കാരേജ് മറ്റേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ബെഡ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇൻബിൽഡായിട്ട് വന്നതാണ് കേട്ടോ. അൺബോക്സ് ചെയ്തപ്പോൾ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് ഈ സാധനം. ഡിസ്കവറി എന്താണെന്ന് അറിയില്ല, അന്യായ ഫീച്ചേഴ്സ് സ്പെക്കല്ല, അന്യായ സ്കെയിൽ ഡീറ്റെയിൽസാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് രസമുണ്ട്. നമുക്കിത് മണ്ടയിൽ കാര്യങ്ങളൊക്കെ എന്തൊരു എളുപ്പമാണ്, ഒന്നും മോഡിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സൂപ്പർ സാധനം. നമുക്ക് ഇതിനകത്ത് 2 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട്. വേറെ വലിയ സ്പെക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. സസ്പെൻഷൻ ഉണ്ടോ, നൈസല്ലേ. ഇതാണ് ഇതിൻ്റെ FMSൻ്റെ കൂടെ വന്ന ട്രാൻസ്മിഷൻ കേട്ടോ. ഇതിൽ 6 ചാനലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ചാനൽ ഓഫ് കോഴ്സ് സ്റ്റിയറിംഗ് ആയിരിക്കും, പിന്നെ ടോട്ടലുണ്ട്. ചാനൽ 3, എനിക്കൊന്നും ചാനൽ 3-ലാണെന്ന് തോന്നുന്നു നമ്മുടെ ഗിയർ ഷിഫ്റ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ 1, 2, 3 ചാനൽ എക്സ്ട്രാ, 4, 5, 6. ഇത് ഫ്രീ ആയിട്ട് ഇട്ടേക്കാണ്. നമുക്ക് വേണമെങ്കിൽ വിഞ്ചും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീ ആയിട്ട് ഇട്ടേക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫോൾഡർ ഉണ്ട്. തുറക്കുമ്പം സ്റ്റിയറിംഗ് ഡയറക്ഷൻ, ത്രോട്ടിൽ ഡയറക്ഷൻ, സ്റ്റിയറിംഗ് ട്രിം, സ്റ്റിയറിംഗ് ത്രോട്ടിൽ ട്രിം, അങ്ങനെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നോർമൽ മോട്ടോർ റിവേഴ്സും ത്രോട്ടിൽ റിവേഴ്സും സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയാണ് ഇതിന് ഡ്രാഗ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇതിൻ്റെ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. ഞാൻ എൻ്റെ പഴയൊരു FMSൻ്റെ ഒരു ട്രൂപ്പർ വണ്ടി ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് അറിയാമായിരുന്നു ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് മാനുവൽ നോക്കണം. 3ഉം 4ഉം എനിക്കൊന്ന് 2 താഴോട്ടാക്കുമ്പോൾ 50%, ഒരെണ്ണം മേലോട്ടാക്കുമ്പോൾ 25%, അങ്ങനെ എന്തോ ആണ് എൻ്റെ സെറ്റപ്പ്. മാനുവൽ നോക്കിയിട്ട് അത് പഠിക്കണം. ഓൾറൈറ്റ്, ബാറ്ററി സെറ്റാക്കി കേട്ടോ. അവിടെ ഇരിക്കട്ടെ. വണ്ടിയുടെ കൂടെ ബാറ്ററി കിട്ടിയിട്ടില്ല. അതൊരു RC കാരണം നമ്മളങ്ങനെ സെപ്പറേറ്റ് മേടിച്ചില്ലെങ്കിൽ വണ്ടിയുടെ ബാറ്ററി വരത്തില്ല കേട്ടോ, വലിയ സ്കെയിലുള്ള വണ്ടികൾ മേടിക്കുമ്പോൾ. എൻ്റെ ഉള്ളതുകൊണ്ട് ഈ ഒരു 3SLൻ്റെ 2200 mAh ബാറ്ററിയാണ് നമ്മളിപ്പോൾ തൽക്കാലം ഇട്ട് നോക്കാൻ പോണത്. ഓക്കെ, സ്വിച്ച് ഓൾറെഡി ഓണായിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ട്രാൻസ്മിറ്റർ ഓണാക്കി, വണ്ടി ഓണാക്കി. ഓക്കെ, കണക്റ്റ് ആയി തോന്നുന്നു. യെസ്, നമുക്ക് ബോഡി വെച്ച് കൊടുക്കാം കേട്ടോ. ബോഡി ചുമ്മാ എടുത്ത് വെച്ചാൽ മതി, സാധനം ക്ലിക്കായി. നൈസല്ലേ. ഈ 2 ലൈറ്റും മേളത്തെ 2 ലൈറ്റും വർക്കിംഗ് ആണ്. വേണമെങ്കിൽ നമുക്ക് കണക്ഷൻ കൊടുത്താൽ ഇതും വർക്ക് ചെയ്യിക്കാൻ പറ്റും. സെപ്പറേറ്റ് ലൈറ്റ് മേടിച്ചാൽ മതി. പിന്നെ നമുക്കിവിടെ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവർ. ഡീറ്റെയിലിംഗ് ആണ് എന്നെ ഘടാതെ ആകർഷിച്ചത് ഗൈസ്. ഇതേ ഇവിടെ ചെറിയൊരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ക്യാമൽ ട്രോഫി എഡിഷൻ വണ്ടികളെ സ്മരിക്കുന്ന വിധം യെല്ലോ കളർ വീൽ കപ്പ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. എനിക്കൊന്ന് ഇതിനകത്ത് ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് ഊരിയിട്ട് വേണം ടയർ അഴിക്കാനുള്ള സംഭവം. നമുക്ക് മിററൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ നൂത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇത് സ്നോർക്കിളാണ് കേട്ടോ. പെട്ടെന്ന് ഞാനിത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞാൻ വിചാരിച്ച സൈഡിൽ ചുമ്മാ എന്തോ ഒരു ശ്രദ്ധിച്ചില്ല ശരിക്കും പറഞ്ഞാൽ, ബ്ലാക്ക് ആയതുകൊണ്ട്. ഇത് സ്നോർക്കിളാണ്. ഓ, വണ്ടി ഭയങ്കര സ്മൂത്താണ് കേട്ടോ. വലിയ ഒച്ചയും ബഹളമൊന്നുമില്ല, സൗണ്ടും കുറവാണ്. സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ ടേണിംഗ് റേഡിയസ് കുറവായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്ക് റിമോട്ടിൽ വെച്ചിട്ട് നമുക്ക് ട്രിം ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇത് ഫസ്റ്റ് ഗിയർ ആണെന്ന് തോന്നുന്നു. സെക്കൻഡ് ഗിയർ എന്നിട്ട് നോക്കട്ടെ. ചാനൽ 4 ആണ് സെക്കൻഡ് ഗിയർ കേട്ടോ, ചാനൽ 3 അല്ല. ഇവിടെ ലൈറ്റ് കത്തും. ചാനൽ 4 ഞെക്കുമ്പോൾ ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ടോ. ലൈറ്റ് ഓഫായി. ഇതിപ്പോൾ എൻഗേജറാണ് സെക്കൻഡ് ഗിയർ. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഗിയർ. ബ്രേക്കും അടിപൊളിയാണേ. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ കോപ്റ്റർ ബോയ് ചെയ്യുന്നുണ്ട്. ഇതല്ല, ഇതിൻ്റെ ഡിഫറൻ്റ് ഒരു വീഡിയോ കോപ്റ്റർ ബോയ് വീഡിയോയിൽ ഞാൻ കണ്ടിട്ടായിരുന്നു. അല്ലാണ്ട് നാട്ടിൽ ആരും നമ്മൾ ഈ വണ്ടി മേടിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം. പൊളിയാണ് വണ്ടി, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതിൻ്റെ സീറ്റിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് ഉണ്ട്. നമ്മൾ ഈ ബോഡിക്ക് മാച്ചാവുന്ന രീതിയിലാണ് ആ സീറ്റിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് കൊടുത്തേക്കുന്നത്. നൈസ്. ബാക്കിലത്തെ ബെഡ്, ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ബോഡി തുറന്നിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും പൊളിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇത് മേടിച്ചതെന്ന് പറഞ്ഞാൽ UK ഞാൻ ഇത് മേടിച്ചത്
ഈവൻ UK FMSൻ്റെ സൈറ്റിൽ നിന്ന് മേടിച്ചാൽ തന്നെ ഇത് 383 പൗണ്ടോ ഇന്നത്തെ വില. ഇത് പക്ഷേ ഞാൻ മേടിച്ചത് 275 പൗണ്ടിനാണ്. 25 ദിവസം, ഏകദേശം 1 മാസത്തോളം അടുപ്പിച്ചാണ് ഞാൻ ഓർഡർ ചെയ്തത് മുന്നേ. ഇത് ഞാൻ മേടിച്ചത്, ഞാൻ ഈ RC റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം മേടിക്കുന്ന AliExpress എന്ന് പറഞ്ഞ UK ബേസ്ഡ് സൈറ്റാണ്. സാധനം ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. ബട്ട് 275 പൗണ്ടേ ആയിട്ടുള്ളൂ. 275 പൗണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വില അനുസരിച്ച് നാട്ടിലൊരു 33,000 32,000 ആ ഒരു റേഞ്ച് വില വരും. വേറെ 275 പൗണ്ടിൻ്റെ സാധനമാണ് ഇരിക്കുന്നത്. 1/10 സ്കെയിൽ FMS ലാൻഡ് റോവർ ഡിസ്കവറി ക്യാമൽ ട്രോഫി എഡിഷൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലത്തെ ഐറ്റംസൊക്കെ സെറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പം നമുക്ക് അങ്ങനെ എപ്പോഴും പുറത്ത് പോയി ഓഫ് റോഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ വിൻ്ററായി, സോ സീൻ കോൺട്രയാണ് ഇവിടെ. സോ വൺസ് സെറ്റായിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് മറക്കണ്ട. ബൈ ഗൈസ്.